Hi all, this is Midun. Welcome to Codigo, the Coding Hub. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ റിക്കേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടത്. ഇന്ന് റിക്കേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, മോസ്റ്റ് ഫേമസ് പ്രോബ്ലം. ഒരു നമ്പർ എന്ന് കഴിഞ്ഞാൽ ആ നമ്പറിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ 5 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ 5ന്റെ ഫാക്ടോറിയൽ അല്ലെ, 5 ഫാക്ടോറിയൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതാറ്. എന്താ? 5 into 4 into 3 into 2 into 1. 100 ഫാക്ടോറിയൽ ആണെങ്കിൽ 100 into 99 അല്ലെ, into 98 into etc into 1 അല്ലെ. ദിസ് ഇസ് ഫാക്ടോറിയൽ. ഈ പ്രോബ്ലം നമ്മൾ ഒരു റിക്കേർഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഹൗ ഡു യു ഡു ഇറ്റ്? ലെറ്റ്സ് സീ. ഓക്കെ, സോ ഐ ആം റൈറ്റിംഗ് എ ഫംഗ്ഷൻ ഡിഫൈൻ ഫാക്ടോറിയൽ. ഇതിന്റെ വർക്കിംഗ് ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ n. Okay, so what I'm doing inside this function, just I'm returning നമുക്ക് കണ്ടീഷൻ എഴുതാം. if n ന്റെ വാല്യൂ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ, ഒന്നോ ഒന്നിൽ താഴെയോ ആണെങ്കിൽ റിട്ടേൺ 1 അല്ലെങ്കിൽ റിട്ടേൺ ആ വാല്യൂ തന്നെ. ഓക്കെ, റിട്ടേൺ 1 കൊടുത്താലും മതി. ഓക്കെ, റിട്ടേൺ 1. എൽസ് കേസിൽ നമ്മൾ ഇതിങ്ങനെ കുറച്ച് കൊണ്ടുവരിക ചെയ്യുന്നത്. സോ ദാറ്റ്സ് വാട്ട് ദ ലോജിക്. അതുകൊണ്ടാണ് ലാസ്റ്റ് 1ൽ എത്തിക്കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ ഒന്നിൽ ചെറുതോ ആണെങ്കിൽ റിട്ടേൺ 1. അതാണ് പ്ലാൻ. ഓക്കെ, അല്ലാത്ത കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ റിട്ടേൺ ഫാക്ടോറിയൽ, അതായത് n ഓൾറെഡി ഉള്ള n into factorial of n minus 1. That's the trick. Okay, ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷനുള്ളിൽ വീണ്ടും ആ ഫംഗ്ഷനെ തന്നെ വിളിക്കുക വിത്ത് n minus 1 തൊട്ട് താഴെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട്. ഓക്കെ, സോ നമുക്ക് ഈ 5 വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കിയാലോ. 5 വെച്ച് കഴിഞ്ഞാൽ 5 4 20, 20 into 3 60, 60 into 2 120, 120 into 1 120. സോ ഫൈനലി ഔട്ട്പുട്ട് 120. 5 ഫാക്ടോറിയൽ. നമുക്ക് ഇതൊന്ന് കിട്ടുന്നുണ്ടോ നോക്കിയാലോ. ഓക്കെ, ലെറ്റ് മീ കോൾ. നമുക്ക് ആദ്യം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഞാൻ അങ്ങനെ ബൈ ഹാർട്ട് ചെയ്തതൊന്നല്ല, ജസ്റ്റ് ഇപ്പൊ തന്നെ ഓർമ്മിച്ച് ചെയ്താ. സോ ഇത് കിട്ടുന്നുണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, സോ ജസ്റ്റ് പ്രിന്റ് ഫാക്ടോറിയൽ ഓഫ് 5. So let me run it. Should get 120. Yeah, it's fine, working fine. You are getting 120. So ഇനി ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, see this code. I'm just copy pasting this code. Okay, so let's keep this here. Okay, don't mind the handwriting style. ഞാൻ ഈ ഒരു നോട്ട് പാഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ബട്ട് ലെറ്റ് ഇറ്റ് ബി. അതിപ്പോ ചേഞ്ച് ചെയ്യാൻ എങ്ങനെയാണാവോ. ലെറ്റ് ഇറ്റ് ബി. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. ഓക്കെ, സോ നമ്മൾ ആദ്യം ഇവിടെ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് എങ്ങനെയാ? ഫാക്ടോറിയൽ ഓഫ് 5 വെച്ചിട്ടാ. അപ്പൊ നമ്മൾ ഫാക്ടോറിയൽ ഓഫ് 5 കോൾ ചെയ്യപ്പെട്ടാൽ എന്താ? ആദ്യം എവിടത്തേക്ക് എത്തും? ഈ ഡെഫിനിഷനിലേക്ക് കോളിംഗ് പോകും അല്ലെ. അപ്പൊ ഇവിടെ n-ന്റെ സ്ഥലത്ത് എന്ത് വരും? 5 വരും അല്ലെ. n-ന്റെ സ്ഥലത്ത് 5 വരും. n-ന്റെ സ്ഥലത്ത് 5 വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താ വെക്കുന്നത്? ഇഫ് 5 അല്ലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 5 ഒന്നിനേക്കാൾ ചെറുതോ ഈക്വലോ ആണോ? അല്ല, എൽസിലേക്ക് വരും. അപ്പൊ എന്ത് ചെയ്യും? റിട്ടേൺ n ഇൻറ്റു, അതായത് 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4. ഇവിടെ വെച്ച് ഇത് ഒരു ഫിനിഷ് ആവാതെ എടുക്കുന്ന വീണ്ടും ഫാക്ടോറിയൽ ഓഫ് 4 വീണ്ടും ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടുകയാണ്. അഗെയിൻ ദിസ് ഫംഗ്ഷൻ ഈസ് കോളിംഗ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വീണ്ടും കോൾ ചെയ്യപ്പെടുകയാണ്. ഇത് ഇവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ടോ? ഇല്ല. ഈ ഫംഗ്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആവാതെ തന്നെ വീണ്ടും ഫാക്ടോറിയൽ ഓഫ് 4 ഇവിടെ 4 വന്നിട്ട് കോൾ ചെയ്യപ്പെടുകയാണ്. സോ ഹൗ ഇറ്റ് വിൽ വർക്ക്? ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇത് വർക്ക് ചെയ്യുന്നത് ഒരു
it will keep a stack എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പാത്രം. ഓക്കെ, ഒരു പാത്രം, ഒരു നമ്മളിങ്ങനെ സ്റ്റാക്ക് ഓഫ് പ്ലേറ്റ്സ് എന്നൊക്കെ പറയാറില്ലേ, നമ്മളിങ്ങനെ അടുക്കി വെക്കുമ്പോൾ എന്താ, ഏറ്റവും അവസാനം വെച്ചതാണ് ആദ്യം എടുക്കാൻ പറ്റുക, ഏറ്റവും ആദ്യം വെച്ചത് അവസാനം എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇങ്ങനെ പ്ലേറ്റ്സ് ഒക്കെ ഒരു മേശയുടെ മുകളിൽ ഇങ്ങനെ അടുക്കി വെക്കില്ലേ, ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ഒരു സ്റ്റാക്ക് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എത്തുമ്പോൾ ഈ പ്രോബ്ലം ഫിനിഷ് ആയോ, അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫംഗ്ഷൻ എക്സിക്യൂഷൻ ഫിനിഷ് ആയോ? ഇല്ല. ആ എക്സിക്യൂഷൻ ഫിനിഷ് ആവുന്നതിന് മുന്നേ, ഇത് ഫിനിഷ് ആവണമെങ്കിൽ ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഒരു വാല്യൂ റിട്ടേൺ ആവണ്ടേ, ഇത് റിട്ടേൺ ആയിട്ടുണ്ടോ? ഇല്ല അല്ലെ. ഇത് ഇവിടുന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. റിട്ടേൺ n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1 എന്നാണ് വരേണ്ടത്. ഓക്കെ, അത് അവിടെ ചെറിയ ബ്രേക്ക് ആയിട്ടുണ്ട്. ഇനി സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ലീവ് ഇറ്റ്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് അവിടെ കട്ടായിട്ടുണ്ട്. റിട്ടേൺ സ്പേസ് n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1 ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് ഇത് റിട്ടേൺ ആയിട്ടില്ല. റിട്ടേൺ ആവണമെങ്കിൽ ഈ 5 ഇൻറ്റു ബാക്കി കിട്ടേണ്ട സാധനത്തിന്റെ വാല്യൂ കിട്ടണ്ടേ അല്ലെ. ഇവിടെ റിട്ടേൺ ഓഫ് 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4, ഫാക്ടോറിയൽ ഓഫ് 4ന്റെ വാല്യൂ ഇപ്പൊ കിട്ടിയോ? ഇല്ല. അത് വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യണത്രേ. വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്ത് അതിന്റെ എടുക്കുന്ന ഔട്ട്പുട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് അവിടെ പെൻഡിങ്ങിൽ നിൽക്കുക. ആ ഫംഗ്ഷൻ, ആ നമ്മൾ ഫസ്റ്റ് കോൾ ചെയ്ത ഫാക്ടോറിയൽ ഓഫ് 5 എന്ന് പറയുന്ന ഫംഗ്ഷൻ പെൻഡിങ്ങിൽ നിൽക്കുക. ആ സ്റ്റേറ്റ്മെന്റ് അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിന്റെ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ അത് ഹോൾഡിൽ വെച്ച്, ആ ഹോൾഡ് ഇവിടെ ഈ സ്റ്റാക്കിൽ അങ്ങ് സ്റ്റോർ ചെയ്യും. ഓക്കെ, സിംപ്ലി ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ, ആ ഒരു എക്സിക്യൂഷൻ റിട്ടേൺ 5 ഇൻറ്റു ഇത് ഫാക്ടോറിയൽ ഓഫ് 4, ഇത് ഇവിടെ പെൻഡിങ്ങിലായി കേട്ടോ. ലെറ്റ് മീ മേക്ക് കുറച്ചുകൂടി വലിയ സ്റ്റാക്ക് ആക്കായിരുന്നു, ബട്ട് ഫൈൻ. ഇനി എന്ത് ചെയ്യും, ഇത് ഇവിടെ പെൻഡിങ്ങിൽ വെച്ചു, ഇത് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ പെൻഡിങ്ങിൽ വെച്ചു, അത് കംപ്ലീറ്റ് ആയിട്ടില്ല, അത് അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഫാക്ടോറിയൽ ഓഫ് 4നെ കോൾ ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? 4 വന്നു അല്ലെ, ഫാക്ടോറിയൽ ഓഫ് 4 വന്നു. അപ്പൊ n-ന്റെ വാല്യൂ 1-നേക്കാൾ, അതായത് n-ന്റെ വാല്യൂ എത്രയാ? 4 ആ. 4 1-നേക്കാൾ ചെറുതോ ഇതാണോ? അല്ല. എൽസിലേക്ക് വന്നു. എൽസിൽ വന്നിട്ട് എന്താ സംഭവിക്കും? റിട്ടേൺ അഗെയിൻ അടുത്ത സ്റ്റേറ്റ്മെന്റ്. അതെന്താ? 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1. n-ന്റെ വാല്യൂ ഇപ്പൊ എത്രയാ? 4, 3. അപ്പൊ n മൈനസ് 1 വരുമ്പോ 3. ഓ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും കംപ്ലീറ്റ് ആയിട്ടില്ല ഇവിടെ. ദാറ്റ്സ് ബാഡ്. അപ്പൊ എന്ത് ചെയ്യും? ഫാക്ടോറിയൽ ഓഫ് 3 കോൾ ചെയ്യണം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും എടുത്ത് എന്ത് ചെയ്യും? സ്റ്റാക്കിൽ അവിടെ വെക്കും. ഓക്കെ, റിട്ടേൺ 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3. ഓക്കെ, നൗ വാട്ട് വിൽ ഡു? നമുക്ക് ഇവിടെ 3 കിട്ടി. ഓക്കെ, ഫാക്ടോറിയൽ ഓഫ് 3 കോൾ ചെയ്യപ്പെടുമായിരിക്കും. നൗ ഫാക്ടോറിയൽ ഓഫ് 3 is actually calling. സോ n-ന്റെ വാല്യൂ ഇവിടെ 3 ആണ്. അപ്പൊ 3 ആകുമ്പോ നിങ്ങൾ നോക്കിയേ, 3 ആണ് ഇവിടെ. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? അല്ല, എൽസിലേക്ക് വരും. റിട്ടേൺ n ഇൻറ്റു അഗെയിൻ 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1, 2. സോ ആ സ്റ്റേറ്റ്മെന്റും ഇതിനടുത്ത് എന്ത് ചെയ്യും? ഫാക്ടോറിയൽ ഓഫ് 2 കോൾ ചെയ്യപ്പെടണം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും ഇൻകംപ്ലീറ്റ് ആണ്, അതും ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടണം. റിട്ടേൺ 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2. സോ ഫാക്ടോറിയൽ ഓഫ് 2 കോൾ ചെയ്യപ്പെടും. ഓക്കെ, സോ ഫാക്ടോറിയൽ ഓഫ് 2 കോൾ ചെയ്യപ്പെടും. ഫാക്ടോറിയൽ ഓഫ് 2 ഇവിടെ 2 വരും. ഓക്കെ, സോ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ? അതെ. ആണോ? അല്ല, എൽസിലേക്ക് വരും അല്ലെ. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? അല്ല, എൽസിലേക്ക് വരും. റിട്ടേൺ another ഫംഗ്ഷൻ കോളിംഗ്. എന്താ വരിക? റിട്ടേൺ 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1 അല്ലെ, n മൈനസ് 1, 1. 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1. സോ ആ സ്റ്റേറ്റ്മെന്റും ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടും. റിട്ടേൺ 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1. Okay, so let me take some different color. Which one? This. Okay. So factorial of 1 കോൾ ചെയ്യപ്പെടും. 1. അപ്പോൾ ഇവിടെ 1 വരും. If 1 less than or equal to 1. തെറ്റല്ലേ? തെറ്റാണോ? അല്ല, ശരിയാണ്. If 1 less than or equal to 1. ഇപ്പോഴാണ് ഈ ആദ്യമായിട്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്.
What will return? Return 1. ഇവിടെ തൊട്ട് ഈ സ്റ്റാക്കിനെ തിരിച്ചെടുക്കാൻ തുടങ്ങും. ഓക്കെ, ഇത്രയും നേരം നമ്മൾ ഇങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് എൽസിൽ വന്നിട്ട് ഈ ഓരോ പ്രാവശ്യം പിന്നെയും ഫംഗ്ഷനെ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഈ ഒരു വാല്യൂ കംപ്ലീറ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യപ്പെടുന്നത്. റിട്ടേൺ 1. ഒരു വാല്യൂ ഇപ്പോഴാണ് റിട്ടേൺ ആവുന്നത്. സോ റിട്ടേൺ 1. ഈ വാല്യൂ എങ്ങോട്ട് റിട്ടേൺ ചെയ്യും? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എവിടെ നിന്നാണോ അതിനെ കോൾ ചെയ്തേ അങ്ങോട്ടേക്കാണ് ആ വാല്യൂ റിട്ടേൺ ചെയ്യുക. എവിടെ നിന്നാണ് ഇതിനെ കോൾ ചെയ്തേ? ഫാക്ടോറിയൽ ഓഫ് 1ലേക്കല്ലേ. അതെവിടെയുള്ളത്? ആ സ്റ്റേറ്റ്മെന്റ് സ്റ്റാക്കിൽ. അതായത് സ്റ്റാക്കിലെ ഏറ്റവും അവസാനം ഇട്ട സ്റ്റേറ്റ്മെന്റിലേക്ക് അല്ലെ. ഏറ്റവും അവസാനം ഇട്ട സ്റ്റേറ്റ്മെന്റ് ഇതാണ്. സോ റിട്ടേൺ 1. അപ്പൊ ഈ വാല്യൂ ഇങ്ങോട്ടേക്ക് കോൾ ചെയ്യപ്പെടും. എവിടെ നിന്നാണോ അതിനെ കോൾ ചെയ്തത് അങ്ങോട്ടേക്ക് ആ വാല്യൂ റിട്ടേൺ ആവും. ഓക്കെ, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക, വീണ്ടും കാണുക. ഞാൻ പറയുന്ന വേർഡുകളോട് ശ്രദ്ധിക്കുക. എവിടെ നിന്നാണോ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്ത് ആ സ്ഥലത്തേക്കാണ് അതിന്റെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ പോവുക. ഇപ്പൊ റിട്ടേൺ 1, ഈ 1 എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ആവുക എങ്ങോട്ടേക്കാണ്? അതിനെ എവിടെ നിന്നാണോ കോൾ ചെയ്തത് അതിനെ എവിടെ നിന്നാണ് കോൾ ചെയ്തത്? ഫാക്ടോറിയൽ ഓഫ് 1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ അകത്ത്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് പോകും. അപ്പൊ ഇവിടെ ഈ ഫാക്ടോറിയൽ ഓഫ് 1ന്റെ വാല്യൂവിന് പകരം എന്ത് കിട്ടി? 1 കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ട്? ഓൾറെഡി 2 ഇൻറ്റു ഉണ്ട്. സോ 2 ഇൻറ്റു 1 ആയി. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ത് കിട്ടി? 2 കിട്ടി. അപ്പൊ റിട്ടേൺ 2 ആയി. സോ ഇവിടെ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി മാറിയിട്ട് റിട്ടേൺ ഓഫ് 2 ആയി. റിട്ടേൺ 2. You got the point? അപ്പൊ ഈ സ്റ്റാക്കിൽ പെൻഡിങ് മാറി. പെൻഡിങ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് പെൻഡിങ് കിട്ടുന്നത് മാറി. അതിന് കറസ്പോണ്ടിങ് വാല്യൂ കിട്ടി അല്ലെ. റിട്ടേൺ വാല്യൂ കിട്ടി. റിട്ടേൺ 2 കിട്ടി. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് അങ്ങ് റിമൂവ് ആയി. സ്റ്റാക്കിൽ നിന്ന് അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ റിട്ടേൺ 2 ആയിട്ടുണ്ട് അല്ലെ. റിട്ടേൺ 2 ആയിട്ടുണ്ട്. ഈ വാല്യൂ അങ്ങോട്ടേക്ക് പോകും. അതിനെ തൊട്ട് മുന്നേ എവിടെ നിന്നാണോ കോൾ ചെയ്തത് അങ്ങോട്ടേക്ക് ആ വാല്യൂ പോകും. അതിന് തൊട്ട് മുന്നേ എവിടെ നിന്നാണ് കോൾ ചെയ്തത്? ഫാക്ടോറിയൽ ഓഫ് 2 അല്ലെ. ഈ സാധനം നമ്മൾ പെൻഡിങ്ങിൽ വെക്കാൻ കാരണം എന്താ? അതിന് തൊട്ട് മുന്നേ കോൾ ചെയ്തെടുത്തേക്കാണ് ഇതിന്റെ വാല്യൂ പോവുക അല്ലെ. അവിടെ പെൻഡിങ് വെച്ചിട്ടില്ല, നമ്മൾ അടുത്ത ഫംഗ്ഷൻ കോളിലേക്ക് പോയേ. അവിടെ പെൻഡിങ് വെക്കാൻ കാരണം എന്താ? അതിന് വാല്യൂ തിരിച്ചു കിട്ടിയിട്ടില്ല. ഇപ്പൊ ആ വാല്യൂ തിരിച്ചു കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ റിട്ടേൺ 2 എന്ന് പറഞ്ഞ വാല്യൂ അങ്ങോട്ടേക്കാ പോവുക. തൊട്ട് മുന്നേ അതിനെ എവിടെ നിന്നാണോ കോൾ ചെയ്ത് അങ്ങോട്ടേക്ക്. അപ്പൊ ഈ റിട്ടേൺ 2, ഈ 2 എന്ന് പറയുന്ന വാല്യൂ എവിടത്തേക്ക് കിട്ടും? ഇവിടത്തേക്ക് കിട്ടും. ഓക്കെ, ഇവിടത്തേക്ക് 2. So let me take another color. So ഈ 2 ഇവിടത്തേക്ക് കിട്ടും. 2. അപ്പൊ ഇവിടെ ഓൾറെഡി 3 ഉണ്ട്. അപ്പൊ എന്ത് കിട്ടും? 3 into 2 equal to 6. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് മൊത്തം നോക്കുകയാണെങ്കിൽ റിട്ടേൺ 6 ആയി മാറും അത്. അപ്പൊ ഈ പെൻഡിങ് സ്റ്റേറ്റ്മെന്റും പോയി. ഇനി അവിടെ വേറെ ഫംഗ്ഷൻ കോളിംഗ് ഒന്നുമില്ല. സോ അവിടുത്തെ എല്ലാ സ്റ്റേറ്റ്മെന്റും കംപ്ലീറ്റ് ആയി. സോ റിട്ടേൺ 6 ഇത് എവിടത്തേക്ക് പോകും? ഈ റിട്ടേൺ 6 അതിനെ തൊട്ട് മുന്നേ എവിടെ നിന്നാണ് കോൾ ചെയ്തത് അങ്ങോട്ടേക്ക്. സോ ഇത് എവിടത്തേക്ക് വരിക? ഇവിടത്തേക്ക് അല്ലെ. ഫാക്ടോറിയൽ ഓഫ് 3 അല്ലെ. ഫാക്ടോറിയൽ ഓഫ് 3 ആണ് അതിന്റെ ലാസ്റ്റ് കോൾ ചെയ്തത്. സോ ഫാക്ടോറിയൽ ഓഫ് 3 അടുത്തേക്ക് എന്ത് വരും? 6 വരും. അപ്പൊ ഇവിടെ ഓൾറെഡി 4 ഇൻറ്റു ഉണ്ട്. അപ്പൊ 4 ഇൻറ്റു 6. അപ്പൊ 4 ഇൻറ്റു 6 എത്ര വരും? 6 4 24. അപ്പൊ ഇവിടെ ടോട്ടൽ വാല്യൂ എന്ത് വരും? റിട്ടേൺ 24. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ പെൻഡിങ് ഇനി ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആയി. റിട്ടേൺ വാല്യൂ കിട്ടി. അപ്പൊ 24 കിട്ടി. ഇനി എന്ത് സംഭവിക്കും? ഈ റിട്ടേൺ 24 എങ്ങോട്ടേക്ക് പോകും? അതിനെ എവിടെ നിന്നാണോ കോൾ ചെയ്തത് അങ്ങോട്ടേക്ക് പോകും. അപ്പൊ അതിനെ എവിടെ നിന്നാണ് കോൾ ചെയ്തത്? ഇവിടെ അല്ലെ. റിട്ടേൺ ഇവിടത്തേക്ക്. സോ ഈ 24 ഇവിടെ കിട്ടും. സോ അവിടെ ഓൾറെഡി 5 ഇൻറ്റു 24 ഉണ്ട്. സോ 5 ഇൻറ്റു 24 എന്ന് വെച്ചാൽ എത്രയാ? 5 4 20, 5 20 100. സോ ദ വാല്യൂ വിൽ ബി 120. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കംപ്ലീറ്റ് വാല്യൂ പോയി. അവിടെ എന്ത് വരും? റിട്ടേൺ 120 വരും. റിട്ടേൺ 120. അപ്പൊ ഈ സ്റ്റാക്കിലുള്ള എല്ലാ എലമെന്റ്സിനെയും സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എല്ലാ പെൻഡിങ് സ്റ്റേറ്റ്മെന്റുകളും എല്ലാ പെൻഡിങ് കോളുകളും ഫംഗ്ഷൻ കോളിങ്ങുകളും റിമൂവ് ആയി. ലാസ്റ്റ് ഈ റിട്ടേൺ 120 ഇത് എങ്ങോട്ടേക്ക് പോകും? ഇതിനെ എവിടെ നിന്നാണോ കോൾ ചെയ്ത് അങ്ങോട്ടേക്ക്. എവിടെ നിന്നാണ് കോൾ ചെയ്തത്? ദിസ് വൺ. സോ ഈ റിട്ടേൺ 120 എവിടത്തേക്ക് കിട്ടും? ഇവിടെ കിട്ടും. സോ ദ ഫൈനൽ വാല്യൂ വിൽ ബി ഹിയർ 120. ഓക്കെ, ഫൈൻ. ഈ 120 ഇവിടെ കിട്ടും. സോ ദിസ് 120 വിൽ മൂവ് ടു ഹിയർ. ഇവിടെ നമ്മൾ പ്രിന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ this 120 will be printed output. So this is the working of a recursive function. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത്രയും നല്ലൊരു പ്രോബ്ലം വേറെ ഇല്ല. This is fantastic function. This is a fantastic problem to find a factorial of a number.
സോ ഇത് കുറച്ച് ലിറ്റിൽ ഡെപ്ത് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൂടാൻ കാരണം സാധ്യതയുണ്ട്. കുറേ കാര്യങ്ങൾ ഉള്ളിലുള്ള ഈ സ്റ്റാക്കിന്റെ കാര്യങ്ങളും കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് നോർമലി ഇങ്ങനെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രോബ്ലം ചെയ്യിക്കാറേ ഉള്ളൂ. അതിന്റെ ഇന്നർ വർക്കിംഗ് ഫ്ലോ എങ്ങനെയാണെന്ന് പറയാറില്ല. ബട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഈ വീഡിയോ കാണുക, ഒന്നുകൂടി ഡെപ്ത് ആയിട്ട് ഒന്നുകൂടി 2 പ്രാവശ്യം കണ്ടു നോക്കുക. സോ ഇറ്റ് വിൽ ബി ക്ലിയർ. സോ ദാറ്റ്സ് ദ വർക്കിംഗ് ഓഫ് ദിസ് ഫംഗ്ഷൻ. മനസ്സിലാകുകയായിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. That's all. Thank you.